രുദ്ര പി എസ് സിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിറ്റാമിനും രാസനാമങ്ങളുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. വിറ്റാമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ. എന്താണ്? വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ് വിറ്റാമിൻ സിയുടെ രാസനാമം. വിറ്റാമിൻ ഡി കാൽസിഫെറോൾ. എന്താണ്? കാൽസിഫെറോളാണ് വിറ്റാമിൻ ഡിയുടെ രാസനാമം. വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ. എന്താണ്? ടോക്കോഫെറോൾ. വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ. വിറ്റാമിൻ കെ ഫില്ലോക്വിനോൺ. ഏതാണ്? ഫില്ലോക്വിനോനാണ് വിറ്റാമിൻ കെ. അടുത്തത് B1 തയാമിൻ. B1 തയാമിൻ. B2 റൈബോഫ്ലാവിൻ. B2 റൈബോഫ്ലാവിൻ. B3 നിയാസിൻ. B3 നിയാസിൻ. B5 പാൻറ്റോഥനിക് ആസിഡ്. B5 എന്താണ്? പാൻറ്റോഥനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. B6 എന്താണ്? പിരിഡോക്സിൻ. B7 ബയോട്ടിൻ. B7 ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്. B9 ഫോളിക് ആസിഡ്. B12 സൈനോകൊബാലമിൻ. എന്താണ്? B12 സൈനോകൊബാലമിൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമ്മളൊരു ഓർഡറിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുമ്പോൾ ഇതൊക്കെ റെഡിയാവും. അതുപോലെ വേണമെങ്കിൽ കണക്ട് ചെയ്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. വിറ്റാമിൻ എ റെറ്റിനോൾ എങ്ങനെ ഓർമ്മിക്കാം? കണ്ണിന് ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിനാണ് എ. അപ്പോൾ റെറ്റിനോൾ. എ റെറ്റിനോൾ. വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്. സി അസ് അങ്ങനെ ഒരു സൗണ്ട് വെച്ച് നമുക്കത് കണക്ട് ചെയ്യാം. സി അസ്കോർബിക് ആസിഡ്. ഡി കാൽസിഫെറോൾ. ഡി എന്താണ്? കാൽസിഫെറോൾ. ഇ ടോക്കോഫെറോൾ. സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ വായ കാണില്ലേ ഇ. അപ്പോൾ ഇ ടോക്കോഫെറോൾ. കെ ഫില്ലോക്വിനോൻ. ആ ക്വിനോൻ എന്നുള്ളത് കെ ആയിട്ട് കണക്ട് ചെയ്യാം. B1 തയാമിൻ. ആദ്യം തന്നെ തുടങ്ങുമ്പോഴേ തന്നെ B1 ബിയിലുള്ള വിറ്റാമിൻ്റെ പേര് തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങുക. B1 തയാമിൻ. B2 റൈബോഫ്ലാവിൻ. 2 റൈബോഫ്ലാവിൻ. ആ ഒരു സൗണ്ട് വെച്ച് നമുക്ക് 2 എന്നുള്ളത് വെച്ച് അതിനെ കണക്ട് ചെയ്യാം. അതുപോലെ B3 നിയാസിൻ. B3 നിയാസിൻ. B5 പാൻറ്റോഥനിക് ആസിഡ്. ഓക്കെ. 5 പാൻറ്റോഥനിക് ആസിഡ്. പാൻറ്റിനകത്ത് 5 രൂപ കിട്ടുന്നോ അങ്ങനെയൊക്കെ ഓർമ്മിച്ച് വയ്ക്കാം. B6 പിരിഡോക്സിൻ. അപ്പോൾ പീരീഡ് 6 അങ്ങനെ ഓർമ്മിക്കാം. 6 പീരീഡ്. അപ്പോൾ B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ. B7 എന്താ? ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്. അതെല്ലാവർക്കും അറിയാം. അതുപോലെ B12 എന്താണ്? സൈനോകൊബാലമിൻ. ഓക്കെ. എല്ലാവരും ഇത് റിപ്പീറ്റ് ചെയ്ത് ജോലിയൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീ ടൈമിലൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ തന്നെ ഇത് നമുക്ക് സെറ്റാവും. അപ്പോൾ ഓക്കെ. താങ്ക് യു.